സ്വർണം കടത്തുന്നവരിൽ 99% പേരും മുസ്ലിം പേരുള്ളവർ ആണെന്ന KT ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരാതി. യൂത്ത് ലീഗ് നേതാവ് UA റസാഖാണ് മലപ്പുറം SP-ക്ക് പരാതി നൽകിയത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? വേണു, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പരാമർശം KT ജലീൽ നടത്തി എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തിരുരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് UA റസാഖാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എന്ത് ചൂണ്ടിക്കാണിച്ചാണ് തങ്ങൾ പരാതി നൽകിയിരിക്കുന്നത്? മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ജലീൽ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയത്. ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് മതം നോക്കിയിട്ടല്ല ഈ സ്വർണ്ണക്കടത്തും, അതൊരു കള്ളക്കടത്താണ്. അതിൽ മതവിധി പറയണമെന്നാണ് ജലീൽ ആവശ്യപ്പെടുന്നത്. കള്ളത്തരം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ മതവിധി പറയേണ്ട കാര്യമില്ല. അത് സംഗതി മോശമാണ്. പരാതിയിൽ എന്താണ് പറയുന്നത്? പരാതിയിൽ പറയുന്നത് അദ്ദേഹത്തിനെതിരെ മതസ്പർദ്ധ വർദ്ധിപ്പിച്ച വിഷയത്തിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. SP-ക്കാണ് പരാതി നൽകിയത്? മലപ്പുറം SP-ക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. വേണു, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പരാമർശം ജലീൽ നടത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കലാപാഹ്വാനത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം എന്നുള്ളത് കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസുകളിൽപ്പെട്ട ആളുകളിൽ 99% ആളുകളും മുസ്ലിം പേരുള്ളവരാണ് എന്നുള്ളതാണ് KT ജലീൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടൊപ്പം തന്നെ മതസ്പർദ്ധ ഈ സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഒരു പ്രത്യേക നിയമം അവതരിപ്പിക്കണമെന്നും ജലീൽ പറയുകയുണ്ടായി. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. വേണു, ശരി. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.